തൃശൂർ പരിയാരത്തേക്കാണ്. അവിടെ കാട്ടാന ശല്യത്തെ തുടർന്ന് കൃഷി നടത്താൻ കഴിയാത്തതിൽ മനംനൊന്ത വാഴകൾ വെട്ടിമാറ്റിയിരിക്കുകയാണ് കർഷകൻ. കോട്ടമലയിൽ സാബു ആണ് 2.5 ഏക്കറിലെ വാഴകൾ വെട്ടിയത്. കഴിഞ്ഞ ദിവസം സാബുവിന്റെ കൃഷിയിടത്തിലെ 500ഓളം വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. നടരാജ് തുടരുന്നുണ്ട്. നടരാജ്, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അവിടെ നേരിടുന്നു. സ്വന്തം വാഴകൾ വെട്ടി നശിപ്പിക്കണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടിലായിരിക്കണം ആ കർഷകൻ. കാട്ടാനകളെ കൊണ്ട് പരാതി പറഞ്ഞിട്ടും പരിഹാരമാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ കർഷകന്റെ ഈ നടപടി? എന്താണ് ഉണ്ടായത്? അതെ, വളരെ ദുഃഖകരമായ കാഴ്ചയാണിത്. തൃശൂർ പരിയാരം എന്ന് പറയുന്നത് സ്ഥിരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ താൻ നട്ടുനനച്ച് വളർത്തിയ വാഴകളെയാണ് ഒരു കർഷകൻ വെട്ടി നിലംപരിശാക്കിയത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാഴ്ചയാണ്. കൃഷി നടത്താൻ തനിക്ക് കഴിയുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കാട്ടാനാക്രമണം ഉണ്ടായിരുന്നു. കാട്ടാനാക്രമണത്തിൽ ഇദ്ദേഹത്തിന് നിരവധി വാഴകൾ നശിച്ചിരുന്നു. ഇത്തരത്തിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് 2.5 ഏക്കറിലെ വാഴകൾ കോട്ടമലയിൽ സാബു വെട്ടിക്കളഞ്ഞത്. തോട്ടത്തിലേക്ക് സ്ഥിരമായി കാട്ടാനകൾ എത്തി വാഴകൾ നശിപ്പിക്കുകയാണ് ഇയാളെ പ്രകോപിപ്പിച്ചൊരു സംഭവം. ഒരു വർഷത്തിനിടെ ഏതാണ്ട് 10ലേറെ തവണ കാട്ടാനകൾ ഇവിടെ എത്തി നാശനഷ്ടമുണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇങ്ങനൊരു കടുങ്കയിലേക്ക് അദ്ദേഹം പോയതെന്ന് പറയാം. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ ഒരു കാട്ടാനയിൽ നിന്നും ഒരു സുരക്ഷ പ്രദേശവാസികൾക്കോ തന്റെ കൃഷിയിടത്തിനോ കിട്ടിയില്ല എന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ വലിയൊരു പ്രശ്നം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കർഷകൻ കാട്ടാന ശല്യം പരിഹരിക്കാൻ കഴിയാത്തത് മൂലം സ്വന്തം കൃഷിയിടത്തിലെ വാഴകളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ട ഗതികേടിലാണ്. അത്രത്തോളം കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ആ കർഷകൻ ആ ഒരു കടുങ്കൈ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. നടരാജാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. യെസ്, ആ കർഷകന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, അത് കൊടുക്കണം. വർഷങ്ങളായിട്ട് വളരെയധികം നാശമാണ്. ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ എൻ്റെ ഈ 4-5 ദിവസമായിട്ട് എൻ്റെ പറമ്പിൽ ആന വന്ന് ഈ കാണുന്ന 500-600ഓളം വാഴ ഏകദേശം നശിപ്പിച്ച് ഒരു 100 വാഴ ഉണ്ടായത്. എനിക്ക് ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞ് ഇനിയും വരുമെന്നുള്ള പേടി കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റും നമ്മളുടെ പറമ്പിനോട് ചുറ്റും ഫെൻസിങ് മതിലുണ്ടായിരുന്നു. മതിലും തട്ടി കളഞ്ഞിട്ടാണ്, ഫെൻസിങ്ങും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ വാഴ എല്ലാം തീർന്നു. ഞാൻ എൻ്റെ കൃഷി ഞാൻ അവസാനിപ്പിക്കുകയാണ്. 100ഓളം വാഴ ഞാൻ തന്നെ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരില്ലേ. അപ്പോൾ ഇത് എനിക്കറിയില്ല ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അതിന് നമ്മുടെ ആളുകളൊക്കെ, നമ്മുടെ രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ അതിനൊരു മറുപടി പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.